തൊട്ടിയിലേക്കൊരു പോവാ അല്ലേ? അപ്പക്കൊരു മാന്നേ മാന്നേ ഉമ്മ 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 പല്ല് വെച്ചിട്ട് വേഗം പല്ല് കേട്ടെ മുക്കാലിനല്ലേ ക്ലാസ്സിൽ കുട്ടിക്ക മഴയും ചക്കി സ്കൂളിൽ പോയിട്ടോ. കുട്ടി റെഡി ആവുന്നു, വേഗം പല്ലേക്ക് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ നോക്കും കേട്ടോ. പിള്ളേര് ഇവിടെ നമുക്ക് 3 സ്പ്രേ ബോട്ടിൽ, അതായത് ഒരെണ്ണം റിയൽ വാട്ടർ സ്പ്രേ ബോട്ടിലും പിന്നെ ബാക്കി നമ്മൾ അല്ലാണ്ട് യൂസ് ചെയ്യണത് ക്ലീൻ ചെയ്തിട്ട് കൊടുത്തതായിരുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറി മാറി പിടിച്ചും പറിച്ചു ഇപ്പം അവസാനം ഇതിൻ്റെ വാലും കോലും തലയുണ്ട്. ഇപ്പോൾ മാനുവൽ ടെക്നിക്കാണ്. ഇതുകൊണ്ട് ഇതിൽ വെള്ളം എടുക്കും, ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ സ്പ്രേ ചെയ്യും. അതാണ് ഇപ്പോഴത്തെ അതിനെ വേദനിപ്പിക്കരുത്. കാരണം അത്ര അകലേന്ന് അത്രയും വീട്ടിൽ അതിന്റെ ഇളക്കം തട്ടും അതിന്റെ നിങ്ങൾക്കെല്ലാം. ഓ വേദനിപ്പിക്കരുത് പോലും. എന്റെ പൊന്നോ, ഒരു പച്ചക്കറിത്തോട്ടം നടന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്തോ ഇതിന് അവസാന നിമിഷം വെള്ളം അടിക്കാൻ വന്ന ആള് ഉഴുതോണ്ടിരുന്ന ആളെ കണ്ണുള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥയാണേ. അവസാനം മുളയൊക്കെ വന്നപ്പോ കഴിക്കണം. ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ വെള്ളം അടിക്കണം. ഇത്രയും ദിവസം ചുമ്മാ ഇരുന്നിട്ട് മണ്ണ് ഇത്ര ആക്കി എടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് 1 വർഷം കൂടെ പുഷ് ചെയ്താണോ അന്നേരം ഒരു താല്പര്യമില്ലായിരുന്നേ. ലോക കളിയാക്കല് അവസാനം പുറത്ത് വന്നു കഴിഞ്ഞാല് അതിന്റെ കഴിച്ചെടുക്കാൻ എത്ര പേരല്ലേ? സത്യം. ഇതിന്റെ അകത്ത് മത്തങ്ങ വന്നു, ബീൻസ് വന്നു, പിന്നെ മറ്റേ ഒരു വൺപയർ പോലത്തെ സംഭവം ഉണ്ടല്ലോ അത് വന്നു. ഇതുണ്ട് ഇല്ലു ചെയ്ത് ഇതെല്ലാം മുളക്കുണ്ട് ഇതിനടിയിലുണ്ട്. വിത്തുകളായ മുളയ്ക്കും ചെയ്യും. അതൊക്കെ വളരെ നോർമലായ കാര്യമാണ്. തക്കാളി കണ്ടില്ല കേട്ടോ, തക്കാളി മുളച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഇന്ന് നല്ല വെതറാണ്, ചെറിയ തണുപ്പുണ്ട് കേട്ടോ. ഇന്ന് കാറ്റൊക്കെ ഉള്ള ദിവസമാണ്. അത്യാവശ്യം എല്ലാം തന്നെ മുളച്ച് വരും. തക്കാളിയൊക്കെ മുളച്ചിട്ടുണ്ട്. ഈ തവണ നമ്മള് വിളവെടുക്കും. പക്ഷെ ഈ പച്ചക്കറി ഇത് നമ്മൾ വിത്ത് വാങ്ങാനും ഇതിനെല്ലാം കൂടെ കൂടിയിട്ട് ഇപ്പൊ മണ്ണൊക്കെ കൂടിയിട്ടുണ്ടല്ലോ. 1 വർഷം പച്ചക്കറി വാങ്ങാനുള്ള കാശ് മുടക്കിയിട്ടുണ്ട്. പല്ല് വെച്ചോ? ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ. അടുത്ത വർഷം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം. അല്ല, അടുത്ത വർഷം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് മണ്ണെന്ന് വാങ്ങണമെന്നുള്ളൂ. ഇതിന്റെ വിത്ത് മുഴുവൻ നമ്മൾ ഉപയോഗിക്കരുത്. ഒരു കുറച്ച് അതിന്റെ കായാണ് ഈ കായ, തക്കാളിയാണ് അതിന്റെ അരി, അതെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് എടുത്ത് വെക്കണം. പിന്നത്തെ അടുത്ത വർഷത്തേക്ക് നടാൻ വേണ്ടിയിട്ട് ഫുള്ള് യൂസ് ചെയ്യില്ല. ഈവൻ ചീരയുടെ വരെ പൂവുണ്ടെന്നാ പറഞ്ഞേ. ചീര ഇങ്ങനെ കട്ട് ചെയ്യാതെ നിർത്തുവാണെങ്കിൽ പൂ വരുമെന്ന്. എന്നിട്ട് ആ പൂവിനകത്തുനിന്നുള്ള അരി പറിച്ചെടുത്ത് ഇങ്ങനെ നമ്മൾ ഉണക്കി എടുത്ത് വെച്ചാൽ മതി എന്ന് അടുത്ത സമ്മറിലിടാൻ. അങ്ങനെയാ മിന്നൊക്കെ ചെയ്യുന്നത്. അതായത് ഒരു പാക്കറ്റ് വിത്തിന് 3.5 €. എത്ര പാക്കറ്റ് വിത്ത് തന്നെ മനുഷ്യ നമ്മള് രാവിലെ ജിമ്മി പോയാലോ? മോർണിംഗ് ഡ്രിങ്ക് ചെറുനാരങ്ങ ഇങ്ങനെ ഒരു കുഞ്ഞു പീസ് പിഴിഞ്ഞ് വാമായിട്ടത് കുടിക്കുക കേട്ടോ. അതായത് ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വെയിറ്റ് ലോസ് അങ്ങനെയുള്ള ജേണിയൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. കാരണം കമന്റ് വായിച്ചായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ മോട്ടിവേഷൻ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഓക്കെ, അവർക്ക് പെയ്ഡായിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ എപ്പോഴും കൂടുതലുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ കേസിലെന്ന് പറയുമ്പം എനിക്ക് ഫീൽ ചെയ്യണത് നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ. ഇപ്പോൾ ഫാമിലിയിൽ നിന്ന് നമുക്കുണ്ട്. സെയിം എനിക്ക് ഒരു പടി കൂടി ഇതിനോടിങ്ങനെ ഗ്രിപ്പിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ റെഗുലറായിട്ട് ഈ നമ്മുടെ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി ആയിട്ടാണല്ലോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുമാതിരി ഡോക്യുമെന്റ് ചെയ്യണ സെറ്റപ്പ് അല്ലേ. അപ്പം അത് തന്നെ വർക്ക് പ്ലേസിലും അവർ കാണുന്നുണ്ട്. അന്നേരം ഇപ്പോൾ അവരും ഭയങ്കര ഈഗറായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഞാൻ എന്നതാണ് കഴിക്കണേ, എനിക്ക് എന്താണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇപ്പം തന്നെ പറയുന്നത് നിനക്ക് നല്ല മാറ്റമുണ്ട്, നീ ഇപ്പം ഈ റീസെൻ്റ്ലി അല്ലേ സ്റ്റാർട്ട് ചെയ്തേ എന്നൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചവർ. അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഈവൻ അവർക്ക് ലാംഗ്വേജ് മനസ്സിലാകുന്നില്ലെങ്കിലും ട്രാൻസ്ലേറ്റഡ് അവിടെ ഒരു വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ പല വഴിക്കുന്നു ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ തന്നെ അറിയണ്ടോ ഒരു ഇച്ചിരി കൂടെ ഒന്ന് റെസ്പോൺസിബിൾ ആകുന്ന പോലെ. പക്ഷേ ഈ വെയിറ്റ് ലോസ് ജേർണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാർഡായിട്ട് ഡയറ്റ് അല്ലല്ലോ, നന്നായിട്ട് അത്യാവശ്യം ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മസിൽ സ്ട്രെങ്ത് ആണ് ചെയ്യുന്നത്. അതായത് കാർഡിയോ അല്ല ചെയ്യുന്നത്. ചെക്ക് ചെയ്യുന്നത് കാർഡിയോ അല്ല കൂടുതൽ ചെയ്യുന്നത്, മസിൽ സ്ട്രെങ്ത് ആണ് ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെയാണ്. ആദ്യമേ ഒരു വാമപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാർഡിയോ ചെയ്യും, എന്നിട്ട് മസിൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സർസൈസുകളെല്ലാം ചെയ്യുന്നു. അത് കഴിഞ്ഞ് തീരുമ്പോഴും കാർഡിയോ ചെയ്ത് നിർത്തുന്നു. അങ്ങനെ പക്ഷേ ഒരു 1 hour കൂടുതൽ ചെയ്യുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് എനിക്കില്ല. അല്ലെങ്കിൽ 1-1.25 മണിക്കൂർ
അതിൽ കൂടുതൽ ജിമ്മിൽ അങ്ങനെ ഇത് ചെയ്യുന്നതിനോട് താല്പര്യം. എനിക്ക് ഞാൻ എവിടെയോ ഇങ്ങനെ വായിച്ചതാ, ഒത്തിരി മണിക്കൂറുകൾ നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ റിസൾട്ട് കാണാനുണ്ടാവില്ല. മണിക്കൂറുകൾ ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ ഒരാളുടെ ഇപ്പോൾ പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ടൈം എടുക്കും. അതായത് റൊട്ടീൻ ഉണ്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെസ്റ്റിന് ചെയ്യുന്ന ദിവസം ആ ചെസ്റ്റിൻ്റെ കഴിയുന്നു, അത് കഴിഞ്ഞ ശേഷം ബൈസപ്സ് അല്ലെങ്കിൽ ട്രൈസപ്സ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഭാഗമുണ്ട്, പിന്നെ വയറിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ അത്രയും വരുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് 1.5 മണിക്കൂർ 2 മണിക്കൂർ നോർമലി വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്രയും ടൈം വരും. അത്രയും വരുന്നുണ്ട്, പക്ഷേ എനിക്ക് അത്രയും ഇരിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ എന്റെ വർക്കൗട്ട് ടൈം കുറഞ്ഞു പോയി. ഇപ്പൊ എനിക്ക് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ടൈമിങ് പുറത്ത് ഉള്ള ഇത് വരുന്നില്ല, കാർഡിയോ കൂടുതൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ കാർഡിയോ അധികം ചെയ്യാറില്ലായിരുന്നല്ലോ പണ്ട്. ചിലര് പറയുന്നത് കേൾക്കാം, അതായത് ഞാൻ അമിതമായ പ്രഷറാണ് കൊടുക്കുന്നത്. എനിക്ക് ചുക്കുവിനെ എനിക്കാണല്ലോ ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. അപ്പം ഞാൻ ചില പ്രഷർ കൊടുത്തു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് ഈസി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ചുക്കുവിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുക്കുവിന് കുറച്ച് വെയിറ്റ് കുറയ്ക്കണം, അത് ഹെൽത്തി ആയിട്ട് കുറയ്ക്കണം. അതിനുള്ള സപ്പോർട്ട് ഞാൻ കൊടുക്കുന്നതാണ്. വീഡിയോയിൽ അത് കാണുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അതിനകത്ത് വേറെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ജോണിക്കുട്ടി 8:45 കട്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഡ്രൈഡ് മൂസ്ലി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. അല്ലെങ്കിൽ കുറച്ചൊക്കെ നട്ട്സ് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പൊടിച്ചിട്ട് ഒരു ക്രഞ്ചി ഫീൽ കിട്ടും. സ്വീറ്റ് ഇല്ല അല്ലേ? നോർമൽ അല്ല, അതെന്തോ എനിക്ക് മറ്റേ ഇഷ്ടം വൈറ്റ് ചോക്ലേറ്റും അതുള്ള മറ്റേ അതുപോലത്തെയാണ് എനിക്ക് ഞാൻ യൂസ്. പിന്നെ മാളും ചക്കയും ഇതും കഴിച്ചാൽ നമ്മള് ശീലിക്കണം പയ്യെ പയ്യെ. അങ്ങനെ ചിക്കുവിന് വെറും 2 ഡ്യൂട്ടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നീണ്ട 1 മാസത്തെ വെക്കേഷൻ അല്ലേ? 2 മാസത്തിലാണ്. അല്ല, ജോണിക്കുട്ടിക്ക് അമ്മയ്ക്ക് 1 മാസം ഉള്ളൂ. നാളെ ഒരു മോർണിംഗ്, നാളെ കഴിഞ്ഞ് ഒരു നൈറ്റ്. അതോടുകൂടി ടാറ്റ ബൈ ബൈ ഫോർ 30 days. 30 days അല്ല 35 days ഉണ്ട് അല്ലേ? അത്രയില്ല, 28-ാം തീയതി 29 ഡ്യൂട്ടി ഇട്ട് വെച്ചേക്കുമെന്ന് തോന്നുന്നു. ഇപ്രാവശ്യം ഭയങ്കര ടൈറ്റ് അവിടെ സെമസ്റ്റർ. ജിമ്മിലൊക്കെ പോയിട്ട് വന്നു. എന്താണ് നമ്മൾ കഴിക്കണേ? ഞാൻ ഓൾറെഡി കഴിച്ചിട്ടാ പോയേ. ചിക്കൻ കഴിക്കണേ എഗ് വൈറ്റ്. അതേ ഉള്ളൂ. ഇനി സാധനം വാങ്ങണം. സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീർന്നിരിക്കുക. പാത്രത്തിലൊക്കെ എടുത്ത് ഇതിനുള്ള ക്ഷമയില്ലായിരുന്നു. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്നാണേലും ഒരു ഫുൾ എഗ് കഴിക്കുന്നുണ്ട്. പിന്നെ സീഡ്സ് ഉള്ള ഒരു ബ്രെഡ് ഉണ്ടായിരുന്നു, അതും ഇതുപോലെ നിന്നുകൊണ്ട് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ക്വിക്കായിട്ട് നമ്മൾ കഴിയും കേട്ടോ. ഇപ്പം പയർ ഇച്ചിരി ചൂടാക്കിയിട്ട്, മുട്ടയും പയറും രണ്ടും പ്രോട്ടീനാണ്, രണ്ടും ഒരുമിച്ച് വേണ്ട. പക്ഷെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ മീൽ ഇങ്ങനെ അങ്ങ് പോട്ടെ അല്ലേ? ഹെൽത്തി സാധനങ്ങളാണ്. ബുക്ക് എടുക്കണ്ടേ? അവന്റെ ബുക്ക് എവിടെ വെച്ചേക്കണെന്ന് അറിയില്ല. എന്റെ മെറ്റേണിറ്റി അത് മറ്റേ റൂം ചേഞ്ച് ചെയ്തപ്പോഴേ ടേബിൾ മാറ്റിയപ്പോ എവിടെയോ പോയി അത്. എന്റെ മെറ്റേണിറ്റി ബുക്ക് കിട്ടി, പക്ഷെ കൊച്ചിൻ്റെത് കാണുന്നില്ല. കൂടുതലും കണ്ടായിരുന്നു വെച്ചത്. പിന്നെ കുട്ടിക്ക് ഇന്നൊരു അപ്പോയിൻമെന്റ് ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സാധനം വാങ്ങണം. അങ്ങനെ ഇട്ടെന്ന് തുടങ്ങിയല്ലേ? കുട്ടിക്ക് 1.5 വയസ്സാകുമ്പം ഹെപ്പറ്റൈറ്റിസിൻ്റെ ബൂസ്റ്റർ വാക്സിൻ എടുക്കാനുണ്ട്. പിന്നെ റെഗുലർ ചെക്കപ്പ് വരും. അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ എല്ലാം കറക്റ്റായിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ കറക്റ്റ് ഓരോരോ ഏജ് അനുസരിച്ച് ഇവിടെ ചെക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളങ്ങനെ മിഡ് വൈഫിൻ്റെ അടുത്ത് പോകണം. ഇന്ന് ഡോക്ടർ അപ്പോയിൻമെൻറ്റും ഉണ്ട്, എല്ലാം ഇത് ചെയ്യാനായിട്ട്, കൺട്രോൾ ചെയ്യാനായിട്ട്. കൊച്ചു ഡേ കെയറിലാണ്. ഇനിയിപ്പോൾ അവന് ഡേ കെയർ നമ്മൾ കൂട്ടിയിട്ട് വേണം പോകാനായിട്ട്. അപ്പം ആദ്യം നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് അല്ലേ? ഇത് 2012 മാളുവിന്റെ കേട്ടോ ഈ ബുക്ക്. മാളുവിന്റെ എനിക്ക് കൈ കിട്ടിയ കൊണ്ടുവരായിരുന്നു. 4 പേരുണ്ടല്ലോ, 4 പേർക്ക് 4 ബുക്കാണ്. അതെ, മാറ്റി കഴിയുമ്പോ ഞാൻ എല്ലാവരും ഒരുമിച്ച് ഒരു ഫയലിലാക്കി വെച്ചേക്കുമായിരുന്നു. പക്ഷെ എത്ര മണി? 2 മണിക്കല്ലേ പോയവന്റെ സമയം ഉണ്ടെങ്കിൽ നമുക്കൊന്നും തിരിച്ചു വരാം. സാധനം വാങ്ങിച്ചിട്ടേ ഇച്ചിരി വണ്ണം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ചെലവ് കൂടുതൽ കേട്ടോ. പക്ഷെ രസമുണ്ട്. എടുത്തോ. പക്ഷെ ഞാനിത് കുറേ തവണ ഇടും. ഇച്ചാൻ്റെ പ്രശ്നം ഒരു 3-4 തവണ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇറ്റുള്ള അറിയില്ലെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഓക്കെ ആണെങ്കിൽ ഇതെടുക്കാം. അടുത്ത് ഇച്ചിരി വലിപ്പമാണ്. എനിക്ക് ചെറുതുണ്ടോ? എനിക്ക് ചെറുതുണ്ടോ? ചെറുത് വേണ്ട, എനിക്ക് തോന്നി. ഓക്കെ, നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും.
വന്നതിന് പറയുമ്പോഴായില്ലേ. ആക്ച്വലി നമ്മുടെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ട് കുറേ എന്താണ് ഓഫറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു വന്നതാണ്. അവൾക്ക് കിട്ടിയോന്നറിയത്തില്ല. പക്ഷെ നമ്മളൊരു കൊട്ടയെടുത്തു മേടിക്കാൻ വന്ന കൂട്ടുകാരിയുടെ ഇതാണ്. അവളെ കൊണ്ടൊരു പാൻറ്റൂട്ട് എടുപ്പിക്കാമെന്ന് പറഞ്ഞു. 1:20 കേട്ടോ. നമ്മൾ 1:30 ബസ്സുകുട്ടീനെ വിളിച്ചിട്ട് മറ്റേ ഇനി അപ്പോയിൻമെൻറ്റിനാണ്. ഇപ്പോൾ ജസ്റ്റ് ഷോപ്പിങ്ങിൻ്റെ കടയിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങി. ഇനി ലഞ്ച് നമ്മൾ കഴിച്ചില്ല. അപ്പം ലഞ്ച് ടൈം നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പക്ഷെ നമുക്ക് ക്വിക്കായിട്ട് കഴിക്കാനായിട്ട് ചെന്ന് നേരെ എടുത്ത് കഴിക്കാനുള്ള ടൈമും ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു കുക്കുംബർ പെട്ടെന്ന് എടുക്കുക, വീട്ടിൽ വയ്ക്കുക, സാധനം എടുക്കുക. ജോണിക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ടാവും, കൊണ്ടായിരിക്കണം. പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കമന്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഡയറ്റ് പ്ലാൻ പറയാവുന്നത്. നമ്മുടെ ഡയറ്റ് പ്ലാൻ അതായത് ഡേ 1 മുതൽ നമ്മൾ എന്തൊക്കെയാണോ കഴിച്ചിട്ടുള്ളത് അതെല്ലാം വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് മാത്രം നമ്മൾ സാധാരണ എന്തെങ്കിലും നോർമൽ ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാത്രം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ കഴിച്ചേക്കുന്നതൊക്കെ വീഡിയോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ എക്സസൈസ് മാത്രം പിന്നെ കൊടുക്കാറില്ല. എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി എക്സസൈസ് ഒന്നും ചെയ്യാറില്ല. പിന്നെ നമ്മൾ നോർമൽ എക്സസൈസ് ആണ് ചെയ്യുന്നത്. കാർഡിയോ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. അങ്ങനെയാണ് ഞാനിപ്പം 5 കിലോ, ഞാൻ 25 ദിവസം കൊണ്ട് ഞാൻ 5 കിലോ മുകളിൽ കുറഞ്ഞു. ചിക്കും 4 കിലോ മുകളിൽ ചിക്കും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാ സമയവും ഫുഡൊക്കെ കഴിച്ച് ഇതായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചില ദിവസങ്ങളിൽ കാർഡിയോ എക്സസൈസ് ചെയ്യാറുണ്ട്. എനിക്ക് പിന്നെ റഷ്യ പോകാനുള്ളത് കൊണ്ട്. അങ്ങനെയാണ് നിലവിലുള്ള ജേണി. അല്ലാണ്ട് വേറെ ഒന്നും. പിന്നെ കോഫി മാത്രം ഞാനൊക്കെ കുടിക്കുന്നത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് ഞാനാണെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉടായിപ്പോൾ ഫുഡിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതും വീഡിയോയിലുണ്ടെന്ന് തോന്നുന്നല്ലേ, കഴിച്ചിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ പക്ക ഡയറ്റ് ഫുഡ് അല്ലാണ്ട് എന്തെങ്കിലും മാറി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വീഡിയോയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചീറ്റ് മീല് 1-2 തവണ ഇച്ചാനെ പറ്റി ഞാൻ ചോക്ലേറ്റ് തിന്നിട്ടുണ്ട്. അതറിഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് ചക്കിയും മോളൊക്കെ തന്നതാ. പക്ഷെ നമ്മൾ ഈ ഡയറ്റ് ഇത് ചെയ്ത് നമ്മൾ സാധാരണ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് വളരെ ചിലവ് കുറച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഫുഡൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ പ്രോട്ടീൻ എടുത്തോണ്ടാണ് മാക്സിമം പ്രോട്ടീൻ നമ്മൾ ഇൻടേക്ക് ഉണ്ട്. മാക്സിമം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് ആണ് ഇപ്പൊ ഫോക്കസ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഇപ്പൊ എന്റെ വെയിറ്റ് ഞാൻ തുടങ്ങിയപ്പോൾ 78 അപ്പൊ എനിക്ക് 61 ഗ്രാം പ്രോട്ടീൻ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഓരോ മീലിലും ഒരു 20 ഗ്രാം വരുന്ന പോലെ ആവറേജ്, അല്ലെങ്കിൽ ഇച്ചിരി ഒത്തിരി കൂടി പോവാതെ നോക്കണം. നമ്മൾ ഈ ഒരു നേരം നമ്മൾ കഴിക്കുമ്പം ഒരുപാട് ഇപ്പം മാക്സിമം വലിയ മീലൊക്കെ ആണെങ്കിൽ 350 അല്ലെങ്കിൽ 360 കാലറി, പിന്നെ മിഡ് മീൽ എടുക്കുവാണെങ്കിൽ 100 താഴെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ആണ്. പക്ഷെ ഞാൻ അത്രയൊന്നും ഫോക്കസ് ചെയ്യാറില്ല, കാരണം നമുക്ക് ഇപ്പോഴും അങ്ങനെ വിശക്കാറില്ല മിഡ് മീൽ കഴിക്കാനൊന്നും. 1440 കാലറിയാണ് എൻ്റെ ഡെയിലി ഇൻടേക്ക്, പ്ലസ് പ്രോട്ടീൻ 61. അങ്ങനെയൊക്കെയാണ്. പൂർണ്ണമായിട്ട് ഒഴിവാക്കിയത് റെഡ് മീറ്റ് ആണ്, പൂർണ്ണമായിട്ട് ഒഴിവാക്കിയേക്കുന്നത്. ചിക്കന്, ഫിഷ് മാക്സിമം. പിള്ളേക്ക് വന്നല്ലോ. ഞാൻ എപ്പോ 5 സെക്കൻഡ് ആയി. 5 സെക്കൻഡ്. ആള് നേരത്തെ വന്നല്ലേ? 1 മണിക്ക് വന്ന നേരെ വിളിച്ചോ? അതിനെ വിളിക്കാൻ നമ്മള് പുറത്തായിരുന്നു. പ്രോട്ടീനോ യോഗർട്ടാണ്. സമയത്ത് ലഞ്ചെടുക്കാൻ പറ്റിയില്ല. എന്നാ തീഷ്ണതയല്ലേ, ഡെഡിക്കേഷൻ. അതായത് 1 മാസമായിട്ടും ഡയറ്റ് എടുത്ത് ഫുഡൊക്കെ ഒഴിവാക്കിയിട്ടും വെയിറ്റ് ലോസ് സംഭവിക്കാത്ത അങ്ങനെ കമൻ്റ് കിടക്കുന്നുണ്ടായേ. ആക്ച്വലി പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ വിചാരിക്കത്തില്ലേ, ഫുഡ് കുറച്ച് ഒന്നും കഴിക്കാണ്ടിരുന്ന 1-2 നേരമൊക്കെ കഴിക്കാണ്ടിരുന്ന് ഞാൻ വണ്ണം കുറയുന്നു. പക്ഷെ അങ്ങനെ സംഭവിക്കത്തില്ല. വണ്ണം കുറയില്ലാന്ന് മാത്രമല്ല, നമ്മുടെ ഗട്ട് ബാക്ടീരിയ ഒന്നും, അതായത് ഗട്ട് ഹെൽത്ത് കുളമായിപ്പോവും. അത് പോയി കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പോകും. ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ പോയി. ശരിക്കും പറഞ്ഞാൽ എല്ലാ മീലും കഴിക്കണം, ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കണം, പാകത്തിന് കഴിക്കണം, അങ്ങനെ സെറ്റായി വരണം. പതുക്കെ കുറച്ചാണ്. പെട്ടെന്ന് നമ്മളൊരു വെയിറ്റ് ലോസ് ജേണിയിലൊക്കെ ആരംഭിക്കുമ്പോഴേക്കുണ്ടല്ലോ, കുറച്ച് ദിവസം നമ്മൾ ഫുഡ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നു. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര വെയിറ്റ് ലോസ് സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുമല്ലോ. ഈ വെയിറ്റ് ലോസ് നമ്മൾ പറഞ്ഞാലും ആക്ച്വലി എന്താണ്, എക്സ്ട്രാ സ്റ്റോർ ആയേക്കണ ഫാറ്റ് ആണ് ബേൺ ചെയ്ത് തീരേണ്ടത്. നമ്മുടെ മസിൽ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇനഫ് പ്രോട്ടീൻ കഴിച്ചിട്ട് കാർബ് കുറച്ച്, കാരണം കാർബ് എന്ന് പറയുന്ന സാധനം തന്നെ മറ്റേ ഗ്ലൂക്കോസ് ഇത് അല്ലേ, നമ്മുടെ എനർജി പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് കൂട്ടുന്ന സംഭവം. അപ്പൊ കുറെ കാർബ് കഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആ കാർബ് തന്നെ ദഹിച്ച് ഇങ്ങനെ എനർജി ഇതാകത്തുള്ളൂ. നമ്മൾ സ്റ്റോർഡ് ആയേക്കണ എന്താണ് ഫാറ്റിന് അനക്കൊന്നും തട്ടത്തില്ല. അപ്പം പ്രോട്ടീൻ നന്നായിട്ട് നമ്മൾ കഴിച്ചാലാണ്, എന്നിട്ട് കാർബിന്റെ എമൗണ്ട് കുറയ്ക്കുമ്പോഴാണ് എന്നിട്ട് നമ്മൾ
മൂവ് ചെയ്യുകയും ചെയ്യണം. വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഇതൊക്കെ ചെയ്താൽ മസിൽ സ്ട്രെങ്ത് കൂടുന്നു. ഒരു 30-40 കഴിയുമ്പോഴേക്കും അതെ നമ്മുടെ ഫേസ് ഒക്കെ ആണെങ്കിൽ ടൈറ്റ് ആയിട്ടിരിക്കും. മറ്റല്ലാണ്ട് പെട്ടെന്ന് അല്ലാണ്ട് വെയിറ്റ് കുറച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖത്തൊക്കെ ഭയങ്കര ക്ഷീണം, ആരോഗ്യം ഇല്ലാത്ത പോലത്തെ രീതിയിലായിരിക്കും നമ്മുടെ വെയിറ്റ് ലോസ് സംഭവിക്കുന്നത് അല്ലേ? അല്ല, മസിൽ പയ്യെ കുറയും, ഫാസ്റ്റ് ആയിട്ട് കുറയുമ്പോഴാണ് അങ്ങനത്തെ ഒരു സ്കിന്നൊക്കെ ഇങ്ങനെ സാഗ്യമായിട്ട്. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ ചെയ്ത് പയ്യെ കുറഞ്ഞു വരുമ്പോൾ ടൈറ്റായി വരുമ്പോൾ നല്ലതാണ്. പക്ഷെ ക്ഷമ വേണം. വെയിറ്റ് കുറയുക അല്ലെങ്കിൽ ആ ഒരു ഇതിലെത്തുക എന്നുള്ളതിൽ കൂടുതൽ മസിലിന് പവർ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും കാര്യം. മസിൽ ഒത്തിരി വലുതാവണ്ട, പക്ഷെ ഉള്ള മസിൽ നല്ല സ്ട്രെങ്ത്, നല്ല സ്ട്രോങ് ആയിരിക്കണം. രാവിലെ വൈബൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ ഇറങ്ങിയത്. പക്ഷെ ഭയങ്കര പേപ്പർ കട്ടിയിട്ട് ഡിസൈൻ ചെയ്യുമായിരുന്നു നമ്മുടെ ചക്കരപ്പൊന്നെ. കുക്കുരു ഉണ്ടാവാണ്ട് ക്ഷീണമായോടി പൊന്നെ. 1 മണിക്ക് വരുമെന്ന് അവർക്ക് മനസ്സിലായെന്ന്. എന്നിട്ട് 1 മണിക്ക് മുന്നേ കൊച്ചിനെ എഴുന്നേപ്പിച്ചെന്ന്. ഹലോ മൈ ബോയ്. യേശക്കുട്ടി വാക്സിൻ എടുക്കൂല യേശക്കുട്ടിക്ക്. ഈ വാചകം അടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും, കൊച്ചിനെ എടുത്ത് പിടിച്ചോണ്ട് വണ്ടിക്കകത്ത് ഇരിക്കാനുള്ളതിന്. അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് റൂളാണ്, വണ്ടിയിൽ പിള്ളേരെ സീറ്റ് ബെൽറ്റ് ഇട്ട് അവരുടെ കാർ സീറ്റിൽ മസ്റ്റായിട്ട് ഇരുത്തണം എന്നുള്ള റൂളാണ്. അപ്പോൾ ഈ കുഞ്ഞ് പീക്കിരി പിള്ളേർ തീരെ കുഞ്ഞിലെ നമ്മൾ എന്തായാലും അവരങ്ങനെ തന്നെ ഇരുത്തിയില്ലെങ്കിൽ നമ്മൾ അടുത്തിരുന്ന് കഴിയുമ്പോൾ ഇവർ നമ്മുടെ മേത്തേക്ക് ചാഞ്ഞു വരും. എന്നിട്ട് ഭയങ്കര കരച്ചിലും വഴക്കുമായിരിക്കും അടുത്തിരിക്കുമ്പോൾ. അതേസമയം മറ്റേ സിബ്ലിങ്സ് ഇരിക്കുമ്പോൾ അത്രയും കുഴപ്പമില്ല, എന്നാലും ഉണ്ടായിരുന്നു. ആദ്യമേ അവരുടെ അടുത്തേക്കും ചാഞ്ഞ് ചെല്ലുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഒരു 2-3 തവണയായിട്ട് നമ്മളങ്ങനെ ട്രൈ ചെയ്യും, തന്നെ സീറ്റയിൽ ഇരുത്തി ഡ്രൈവ് ചെയ്ത് അവരെ പരിചയമാക്കും. കാരണം അല്ലെങ്കിൽ അവർ ചായുമ്പോഴേക്കും നമ്മൾ എടുക്കേണ്ട വരുന്നു അല്ലേ, അല്ലെങ്കിൽ കുറേ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും നമ്മുടെ ഒരു എന്താണ് ഇവിടുത്തെ ഒരു ഡ്രൈവിംഗ് കൾച്ചറിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവനപ്പോൾ ലേൺ ചെയ്യുവാണ്. ഇത്ര നേരത്തിനുള്ളിൽ വീട്ടിൽ ചെല്ലും, അല്ലെങ്കിൽ ഇത്ര നേരത്തിനുള്ളിൽ ഡേ കെയറിൽ എത്തുന്നു. അപ്പോൾ ആ ഒരു ഷോർട്ടർ പീരീഡ് അവൻ ആ സീറ്റിൽ ഇരിക്കണം എന്നുള്ളത് അവൻ ലേൺ ചെയ്യുവാണ്. അപ്പൊ അതെല്ലാം നമ്മുടെ ഈ ഒരു ഗ്രോത്തിന്റെ ഭാഗമായതുകൊണ്ട് നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. അത് മാത്രമല്ല സേഫ്റ്റിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേര് നമ്മുടെ മടിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന പറയുമ്പോൾ അവരുടെ നടുവിനൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതേ സ്ഥാനത്ത് ഇതെന്ന് പറയുമ്പോൾ ഏറ്റവും സേഫ്റ്റി ആയിട്ട് അവർ കിടക്കുന്നു, കംഫർട്ടബിൾ ആണ്. അതെ, മാളുവിന്റെ സമയത്ത് നമ്മൾ ഭയങ്കര വിഷമമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം, ടീനെ അടുത്ത് പോയിട്ട് കാണാം. അവിടെ ഇരിച്ചിട്ട് അമ്മ ഡോർ അടയ്ക്കുവാണേ. മാളു ഉണ്ടായ സമയത്ത് നമ്മുടെ ആദ്യത്തെ ബേബിയാണല്ലോ, അപ്പം നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാർ സീറ്റയിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ബാക്കിലിരിക്കും, എന്നിട്ട് കൊച്ചിൻ്റെ കൂടുതൽ സൈഡിൽ. പക്ഷേ അവളെ സൈഡിലിരുത്തിട്ട് ഞാൻ അടുത്തിരിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടവും ഭയങ്കര കരച്ചിലുമാണ്. എന്നിട്ട് നമ്മൾ ഈ കരച്ചിൽ സഹിക്കാൻ മേലുണ്ട് നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് മാറിയിട്ടുണ്ട്. എനിക്ക് പക്ഷെ മാറിയിരിക്കാനും പറ്റില്ല, അവളെ തന്നെ പുറകിലിരുന്ന വിഷമമായതുകൊണ്ട് ഞാൻ കൂടുതൽ പോയിരിക്കും. എന്നിട്ട് ഇവിടെ ഈ കരച്ചില അവസാനം ഞാൻ എടുത്ത് മടിയിലിരുത്തും. പാല് കൊടുക്കാൻ പിന്നെ അവള് കരച്ചിൽ നിർത്തുകയല്ലായിരുന്നു. അപ്പം മടിയിലിരുത്തി അങ്ങനെ 1-2 തവണയൊക്കെ ആയി കഴിയുമ്പോഴേക്കും പിന്നെ അത് മനസ്സിലായി നമ്മളങ്ങനെ ഇവിടെ ചെയ്യാൻ പാടില്ല, നമുക്ക് ഫൈൻ കിട്ടും. അതായത് ട്രാഫിക് റൂൾസിൽ പെടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. സേഫ്റ്റി, പിള്ളേരുടെ സേഫ്റ്റി അത്ര ഇമ്പോർട്ടൻ്റ് ഇവിടെ. അപ്പം നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനത്തിൻ്റെ ഇത്ര ശതമാനമാണ് നമുക്ക് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഫൈനൊക്കെ. പ്രശ്നം മാത്രമല്ല, അവർ ആ റൂള് സെറ്റ് ചെയ്തേക്കണത് കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് അതങ്ങനെ ഒന്നും ഫ്ലെക്സ് ചെയ്യാൻ പാടില്ല. പിന്നെ യാത്രയും സുഖം ഉണ്ടാവത്തില്ല, കാരണം കൊച്ചിന് സുഖം ഉണ്ടാവത്തില്ല, കൊടുത്തിരിക്കുന്നവർക്കും ഉണ്ടാവത്തില്ല. പിള്ളേരൊക്കെ നമ്മുടെ കൂടെ തന്നെയല്ലേ വീട്ടിലെ ബാക്കിയുള്ള സമയം മൊത്തം. യാത്ര ചെയ്യുന്ന കുറച്ച് സമയം മാത്രമല്ലേ ഉള്ളൂ തന്നെ. അവരുടെ ഒരു കംഫർട്ടും സേഫ്റ്റിയും നമ്മൾ നോക്കിയിട്ട് നമ്മളത് പ്രയോറിറ്റൈസ് ചെയ്യുകയാണ് ഇവിടെ. നമ്മൾ ഏത് കഴിക്കാൻ പോട്ടെ? ടീനിന്റെ അടുത്ത് മറ്റോടത്തേക്ക് ലെഫ്റ്റ് പോയിട്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ, ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ ഈ റൂളെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. എനിക്ക് തോന്നുന്നു വേറെ ഏതോ 1-2 വേറെ എവിടെയായിരുന്നു നമ്മൾ എല്ലായിടത്തും തന്നെ പിള്ളേരെ കാർ സീറ്റിൽ ഇരുത്തി ബെൽറ്റ് ഇട്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യണം എന്നുള്ളത് കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോഴാണ് ഇപ്പോഴും ആ ഒരു റൂളായിട്ടില്ല, അല്ലെ സ്ട്രിക്റ്റ് ആയിട്ടില്ലല്ലോ, ഇപ്പോഴും മടിയിൽ പിടിച്ചോണ്ടല്ലോ നമ്മള് കാർ സീറ്റ് ഉണ്ടെങ്കിലും. അതായത് നമ്മൾ ഈ ഡേ കെയറിന്റെ അടുത്ത് ഇവിടെ പോലീസ് ഇടയ്ക്ക് ചെക്കിങ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഡേ കെയറിന്റെ സ്ഥലത്ത് രാവിലെ അവരുണ്ടാവും. എന്നിട്ട് ഈവൻ പിള്ളേരെ സീറ്റ് ബെൽറ്റ് ഇടാണ്ട് അല്ലെങ്കിൽ കാർ സീറ്റിനകത്ത് ഇരുത്താണ്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോഴേക്കും ഉറപ്പായിട്ട് ഫൈൻ കിട്ടും.
അതിനെ കിട്ടിയിട്ടുണ്ട്, കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടുന്ന എല്ലാം ഫോറിനേഴ്സിനാണ്. ഫോറിനേഴ്സ് പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാരല്ല, നമ്മളെ പോലെ പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നേക്കുന്നവർക്കാണ് കിട്ടുന്നത്. നമ്മൾ ഇത്ര ദൂരം ഉള്ളല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സീറ്റ് ബെൽറ്റ് ഇടിയിക്കില്ല, അല്ലെങ്കിൽ എന്താണ് കാർ സീറ്റിൽ ഇരുത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപകടം നമുക്ക് ഏത് സമയമാണോ. കാരണം വെച്ച് കഴിഞ്ഞാല് ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഡേക്ക് തൊട്ടടുത്താണ്. അപ്പൊ ഒരു പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ഇറങ്ങി വീട്ടിൽ നിന്ന് 100 മീറ്റർ കഴിഞ്ഞപ്പോഴേക്കും പണ്ട് വേറെ വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി നേരെ ഓപ്പോസിറ്റ് വന്നു, വണ്ടി പോകുന്നു, ആക്സിഡന്റ് ആയി. നമ്മുടെ വീടിന്റെ ആ വളവ് തിരിഞ്ഞ് അവിടെ ഒരു 100 മീറ്ററിന് ഉള്ളിലാന്ന് പറയണം, വണ്ടി ഇടിച്ച് എയർ ബാഗ് ഒക്കെ പുറത്ത് വന്ന് അല്ലേ, നല്ലൊരു ഇടിയായിരുന്നു. അപ്പൊ അന്ന് സീറ്റ് ബെൽറ്റ് ചിലപ്പോൾ നമ്മള് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരമല്ലേ ഉള്ളു നോർത്തോട്ട് ഇത് ഇടാണ്ട് സീറ്റ് ബെൽറ്റ് ഇടാണ്ട് പോകും. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഉള്ളത് കൊണ്ട് ഒന്നും പറ്റില്ല. എയർ ബാഗ് വന്ന് ഫുള്ള് മൂടി. കൊച്ചുങ്ങളും ഇല്ലായിരുന്നു. അപ്പൊ കൊച്ചുങ്ങളും ഉണ്ടായിരുന്നു, എയർ ബാഗ് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടില്ലെങ്കിൽ ഭയങ്കര അപകടം. ഈ മെയിൽ ഈഗോ എന്ന് പറയുന്ന സാധനമേ, അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമുക്ക് അങ്ങനെ വേറെ കൾച്ചറിലുള്ള അധികം ആൾക്കാരെ പരിചയമില്ല. അതുകൊണ്ടായിരിക്കും മലയാളത്തിലുള്ളവരെയാണല്ലോ നമുക്ക് കൂടുതലും, മലയാളികളെയാണല്ലോ കൂടുതലും അങ്ങനെ കണ്ടേക്കുന്നത്. വേറെ ഭാഷക്കാർക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആണുങ്ങളുടെ ഒരു രീതിയാണ്. ആണുങ്ങളാണ് കൂടുതൽ ഡ്രൈവ് ചെയ്യണം, പെണ്ണുങ്ങൾ അങ്ങനെ അത്രയും ശീലം ഇപ്പോഴൊക്കെയാണല്ലോ ശീലമായി വന്നേക്കുന്നത്. പണ്ടൊന്നും അത്ര ഇല്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള രാജ്യത്തൊക്കെ വരുമ്പോൾ ഇങ്ങനെ റൂൾസ് ഉണ്ട്, ട്രാഫിക് റൂൾസ് ഉണ്ട്, അത് ഇതെന്നൊക്കെ പറയുമ്പോഴും ഒരു പുച്ഛം പോലെയാണോ, ഓ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടേക്കുന്നത്, ഇതൊക്കെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്കറിയായിരുന്നു വന്ന ആ ഒരു സമയത്തൊക്കെ. അപ്പം അത് പക്ഷെ പയ്യെ പണിഷ്മെന്റും പണികളും കിട്ടി ഇപ്പൊ ഏറ്റവും ഇവിടുത്തുകാരെക്കാളിലും ഡീസന്റ് ആയിട്ടാണ് അവരൊക്കെ വണ്ടി ഓടിക്കുന്നത്. ഇപ്പൊ ഇച്ചാനും കുത്തി പറഞ്ഞ ആർക്കും തോന്നല്ലേ, ഇച്ചാനും കുത്തി പറഞ്ഞൊന്നുമല്ല ഞാൻ. ഇവിടെയാണ് കുട്ടീനെയും കൊണ്ട് ഇവരെല്ലാരെയും വന്ന ഇവിടെ അല്ലേ, ഹെൽത്ത് ചെക്കപ്പിനൊക്കെ നമ്മളിവിടെ വരുന്നത് ഇവിടെയാണ്. ഇതുവരെ മാറിയിട്ടില്ല. ഈവൻ തെറവസ് നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് സെന്റർ വരെ നമ്മുടെ മെയിൻ ഹോസ്പിറ്റലിന് അങ്ങോട്ടേക്ക് മാറ്റിയേ. പക്ഷെ എന്നാലും ഇവരുടെ ഈ ചൈൽഡ് പിള്ളേരുടെ ഇതിന് കൊണ്ടുവരുന്ന വിസിറ്റിന് വരുന്ന സ്ഥലം മാറ്റിയിട്ടില്ല. അയ്യോ അവിടെ അപ്പൊ വീഡിയോ എടുക്കുമായിരുന്നു. അമ്മയുടെ പാട്ട് കേട്ട് എനിക്ക് തുടക്കം എന്തോ കഴിഞ്ഞിട്ട് വന്നിട്ട് എടുക്കാം. 2 മണിയായില്ലേ? 2 വാക്സിൻ കിട്ടി അല്ലേ? 2 ഇഞ്ചക്ഷൻ കുഞ്ഞു തുടയില്. ചിക്കൻ ബോക്സിന്റെ ഫസ്റ്റ് ഡോസ് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ബൂസ്റ്റർ ഡോസും. ചിരിയൊക്കെ വരണ്ടല്ലോ കുഞ്ഞിന്. അങ്ങോട്ട് പോകാൻ ഇഷ്ടമാണോ? എൻ്റെ പൊന്നെന്നാ വരച്ചിലാണോ കരഞ്ഞ്, തലയാട്ടുവാണോ? എന്തിനായിരുന്നു പറഞ്ഞ് അത് വെള്ളം, നീന്തണ വെള്ളം അല്ല അത്, കുഞ്ഞ് ഷോയിലേക്ക് ഇവിടെ ഇരുന്നാലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു റെഗുലർ നോർമൽ ചെക്കപ്പ്, ഗ്രോത്ത് ഒക്കെ ഓക്കെ ആണോ, പിന്നെ അതുപോലെ തന്നെ പെൻഡിങ് കിടക്കുന്ന വാക്സിനൊക്കെ കറക്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ചിക്കൻ ബോക്സ് എടുക്കേണ്ട ടൈമായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ഡോസ് ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ എടുത്തു. പിന്നെ ഹെപ്പറ്റൈറ്റിസിൻ്റെ ബൂസ്റ്റർ ഡോസ് ആയിരുന്നു അവന് ബാക്കി ഉണ്ടായിരുന്നത്, 1.5 വയസ്സാവുമ്പോൾ കൊടുക്കാനുള്ളത്. അപ്പോൾ അതും നമ്മളെടുത്തു. ഇനിയിപ്പോൾ അവന് അടുത്ത ചെക്കപ്പ്, റെഗുലർ ചെക്കപ്പ് വരുന്നത് 2 വയസ്സാകുമ്പോൾ കൊണ്ടുപോകുന്നത്. പിന്നെ ഹാർട്ട് ചെക്ക് ചെയ്തു, ലങ്സ് ചെക്ക് ചെയ്തു, ടെസ്റ്റിക്കിൾസ് അല്ലേ, എല്ലാം പ്ലേസിലാണോ എന്നുള്ളത് നോക്കുന്നു. അതായത് നോർമൽ ഗ്രോത്ത് കറക്റ്റായിട്ടാണോ പോകുന്നതെന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ ആ ഒരു ഗ്രോത്തിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അപ്പോൾ അത് നോർമലായിട്ടാണ് പോകുന്നത്, കുഴപ്പങ്ങളൊന്നുമില്ല. അത് ഇവിടെ നിന്നല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും ഉള്ള ഒരു സംഭവമാണ് അല്ലേ. എല്ലാ നമുക്കിത് ഫ്രീ ആയിട്ട് അപ്പം നമ്മുടെ എസക്കുട്ടി കൂടുതലും ഗ്രോത്ത് ചാർട്ടിന് മേളിലോട്ടും പോയിട്ടില്ല താഴോട്ടും പോയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ കൺഫ്യൂഷൻ ഇച്ചിരി അണ്ടർ വെയിറ്റ് ആയിരുന്നു, ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നില്ല. 10 പോയിന്റ് സംതിങ്. പക്ഷെ ഇവനെങ്ങാണ്ട് 9 പോയിന്റ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 1 മാസം കൊണ്ട് ഇച്ചിരി മാറ്റം വന്നതാ. മറ്റത് ഒത്തിരി ക്ഷീണിച്ചു പോയായിരുന്നു അവൻ. പോയാലോ നമുക്ക്, എസക്കുട്ടി പോവാം, നമുക്ക് പോവാം, ചേച്ചിയുടെ അടുത്ത് പോവാം, ചേട്ടൻ്റെ അടുത്ത് പോവാം. ഇത്ര അസൂയൊന്നും പാടില്ല കേട്ടോ. അല്ലേലും മിഡ് വൈഫ് എന്നെ ഭയങ്കര കാര്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ പണ്ട് തൊട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഓർമ്മയിൽ നിൽക്കുവാണേ. ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇവിടെ നീ പറയുവാണ്
എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവരവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതല്ലേ, അതനുസരിച്ച് പറയുന്നതല്ലേ. രണ്ട് കുത്ത് കിട്ടി മോനെ. എവിടെ കുത്തിയേ? ഉറക്കം വേണ്ട, അവൻ്റെ ഒന്നും ഉറക്കം ശരിയായില്ലല്ലോ. ഈ അകത്തുനിന്ന് കൈ കാണിക്കുമ്പോ ചേച്ചിയോടെ പിടിച്ചു പറയാ. മേളിൽ നിന്നിട്ട് കൈ കാണിക്കുന്ന ആരാണ് ആ കൊടുത്ത് ചടിപ്പോവും. രണ്ടു തൊടയിലും കിട്ടി. കഥയൊന്നും പറഞ്ഞു കൊടുക്കണല്ലോ സുക്കുട്ട. ചേച്ചിമാർക്കും ചേട്ടനും പറഞ്ഞു കൊടുക്കുന്നില്ല ഇഞ്ചക്ഷൻ കിട്ടിയ കഥ. കുത്തിവെച്ചില്ല ഇവിടെ കുത്തിവെച്ചില്ല കുഞ്ഞിന്റെ കാലയില്. വാക്സിൻ കിട്ടിയെന്ന് പറ. ടീന ഇഞ്ചക്ഷൻ എടുത്തെന്ന് പറ. അപ്പൊ നമ്മള് പെട്ടെന്ന് നമ്മള് ലഞ്ച് തട്ടിക്കൂട്ടുവാണ്. സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് ഫിഷ് ആണ്, പ്ലസ് സാലഡ്. പക്ഷെ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കുറച്ച് വിശപ്പം കൂടി 2 ഈത്തപ്പഴം തിന്നു, ഒരു പകുതി പഴവും തിന്നു അല്ലേ. 40 വയസ്സ് കഴിഞ്ഞാൽ ഈന്തപ്പഴം ഡെയിലി കഴിക്കണമെന്നാ പറയാം. ഈന്തപ്പഴം അതുപോലെ തന്നെ ഓരോ സമയത്ത് ഓരോന്ന് വരുന്നതാണ്. അതിൽ വലിയ കറിയൊന്നുമില്ല. എല്ലാ ഹെൽത്തി ഫുഡും എല്ലാ പ്രായത്തിനും കഴിക്കേണ്ടത് തന്നെയാണ്. അപ്പം നമ്മുടെ ലഞ്ച് സെറ്റായി കഴിഞ്ഞു. ഫിഷ് ഷലോ ഫ്രൈ ചെയ്തത്, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങി, എന്നിട്ട് ഫ്രഷ് ക്യാരറ്റും ക്യാബേജും കൂടെ ഒലിവെണ്ണയും ഉപ്പൊക്കെ ഇട്ടിട്ട് ആദ്യം വിനീഗറിൽ വാഷ് ചെയ്തെടുത്തു, എന്നിട്ട് അതിൽ ഒലിവെണ്ണയും ഉപ്പും കൂടെ. ഓക്കെ, ഇതിൻ്റെ അകത്ത് എനിക്കും കുഞ്ഞാവയ്ക്കും കൂടെയുള്ള പോർഷനാണിത്. ആലോചിക്കണം ചക്ക, എനിക്ക് ചാടിക്കറി ഞാൻ ഒരു കാര്യം പ്രോമിസ് ചെയ്തത് നടത്തണം എന്നാണ് എനിക്ക്. വെറുതെ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് നടക്കാതെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് മമ്മയ്ക്ക് ആലോചിക്കാൻ ടൈം തരണം. സഡൻ ആയിട്ട് ചോദിക്കരുത് കേട്ടോ. മമ്മ ആദ്യം മമ്മയുടെ ഷെഡ്യൂൾ നോക്കട്ടെന്നേ. എടി എനിക്ക് അറിയാടി, അത് അതിന് മുന്നേ അത് ഫിക്സ് ചെയ്യാൻ നോക്കാവുന്നേ. ഓക്കെ, പണ്ട് ഇഷ്ടംമാതിരി സമയമായിരുന്നു. അതായത് പർച്ചേസ് ചെയ്യാൻ പോകണമെങ്കിലാണെങ്കിൽ തന്നെ ഒന്നും വേണ്ട, ചുമ്മാ ഒന്ന് പുറത്തിറങ്ങാൻ തന്നെ ടൈം ഉണ്ടായിരുന്നു. ഒന്നിനും സമയമില്ല. ഈവൻ പിള്ളേർക്കുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണേലും കുഞ്ഞുകാരിയാകുമ്പോൾ നമുക്ക് പണ്ട് അങ്ങനെ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ ഇപ്പോൾ പിള്ളേരുടെ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ്, അതായത് ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ സമയം ഇത് ഇപ്പം എല്ലാം കൂടെ ഓടി എത്തുന്നില്ല അല്ലേ. വണ്ടി ഓടുന്ന വണ്ടിക്ക് തരുന്ന ഓട്ടോ ഇപ്പം ഇഡ്ഡലിയാണ്. വാച്ച ഇത് ഹെൽതി സ്നാക്ക്. എന്തൊക്കെയാണ്? ഓട്സ്, പഴം, ഡേറ്റ്സ്, നട്ട്സ് ഇത്ര ഇട്ടിട്ട് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഓട്സ് അരച്ചൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇളക്കി. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് എള്ളിട്ടു, കുറച്ച് സിന്നമൺ പൗഡർ ഇട്ടു, കുറച്ച് വനില പൗഡർ ഇട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബേക്ക് ചെയ്തെടുത്തു. ഡ്രൈ ആയിട്ടുള്ള സംഭവമാണ്. ഉണങ്ങുമ്പോൾ ഡ്രൈ ആവും, പക്ഷേ സോഫ്റ്റാണ്. പക്ഷെ ഞാൻ കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് എങ്ങനെയല്ലായിരുന്നു. ചെറിയൊരു സുഖം. അപ്പൊ നമ്മള് കട്ട് ചെയ്ത് ഡയമണ്ട് ഷേപ്പില ഞാൻ കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റ് അല്ലേ. ഒരു കോഫി അത്യാവശ്യം സോഫ്റ്റ് അല്ലേ. കോഫിയുടെ കൊടുത്ത് സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പഴം നല്ലതായിട്ട് പഴുത്ത് 2-3 ഇരിക്കുമായിരുന്നു. അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ, നന്നായിട്ടങ്ങ് പ്രസ് ചെയ്ത് ഇതും കൊണ്ട് ബ്രെഡും അതും ഇതൊക്കെ ഉണ്ടാക്കും. എനിക്ക് കൈ കിട്ടിയ സാധനങ്ങളൊക്കെ ഒരുമിച്ചിട്ട് അങ്ങ് കുഴച്ച് നേരെ ഓവനിൽ കയറ്റി വെച്ചു, എന്നിട്ട് കട്ട് ചെയ്തെടുത്തു. സോഫ്റ്റാ.
ആ പാപ്പയ്ക്ക് ഇട്ടാ. കുട്ടി ഓ നമ്മൾ രാവിലെ കണ്ടതിനേക്കാളും പെട്ടെന്ന് കേട്ടോ വളർന്നുകൊണ്ടിരിക്കുന്നത്. ചെറുക്ക, കുഞ്ഞു ചെറുക്ക, പപ്പ പുല്ലുവെട്ട ഇറങ്ങിയപ്പോഴല്ലേ ദൈവമേ ഇവനെ. എടാ നീ എന്നടാ, നമ്മൾ കാട്ടിലല്ലടാ, നമ്മൾ നാട്ടിലാടാ കുട്ടി താമസിക്കുന്നേ. കൂവിക്കൊണ്ട് നടക്കാൻ പാടില്ലടാ. ഓ അങ്ങോട്ട് പോകാൻ പാടില്ല, ഇതാ വഴി, അതിലേ പോണ്ടേ. ഇത് ഇങ്ങോട്ട് നോക്കിയേ, ചക്കി ചേച്ചി വെച്ചിട്ടും ബബിൾസ് ഊതി തരുന്നു. ഇവിടെ 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 വണ്ടികൾ വരാത്തത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എന്നാലും പുള്ളി അങ്ങ് വെച്ച് പിടിച്ച് മെയിൻ റോഡിലോട്ടാണ് പോകുന്നത്. കൊണ്ടോ അടുത്തേക്ക് ഓടുന്നു നോക്ക്, വീഴും വീഴും, അവിടെ നിൽക്ക. തിരിഞ്ഞോടറാ തിരിഞ്ഞോടറാ, അങ്ങോട്ട് തിരിയടാ. ഇതെന്നെ വായിലെന്നാ വിസിലടിക്കണം. നോ ഏയ് ഏയ് ഏയ്. ഓക്കെ എടാ, അവൻ്റെ പല്ലിൻ്റെ അകത്ത് തന്നെ എടാ താഴെ. ചേട്ടനെ പല്ല് കാണിച്ചു കൊടുത്തേ, കാണിച്ചു കൊടുത്തേ ചേട്ടനെ പല്ല് കാണിച്ചേ. നാക്കല്ല, പല്ല് പല്ല് സേസ്, മറ്റേ എള്ളിൻ്റെ ഇതിരിക്കുന്ന പോലെ. യെസ്, വണ്ടി വണ്ടി ഓടിച്ചല്ല. ഇനി നമ്മൾ പുല്ല് വെട്ടണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ കല്ലെടുത്തിടണം. എന്നിട്ട് നമ്മൾ നമ്മുടെ മെഷീൻ കേടായി പോകേണ്ടവർ നന്നാക്കാൻ വന്നേക്കുവാണേ. നടക്കാൻ പോയവരോട് ഹൈ ഒക്കെ പറഞ്ഞ് ആ ബാ അതേ കയറ്, നമുക്ക് ചീര നടാം. ബാ യശക്കുട്ടി, ഞാനിന്ന് ഇവൻ്റെ പുറകെ ഇങ്ങനെ നടക്കാൻ പോവാണ്. ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി യശക്കുട്ടിയുടെ പുറകെ നടക്കുക എന്നുള്ളതാണ്. എൻ്റെ സ്റ്റെപ്സ് ഇന്ന് 10,000 സ്റ്റെപ്സ് എന്നുള്ളത് ഇവന് 20,000 ആക്കി തരും. അമ്മാതിരി വട്ടാ പിരിപിരിവെന്ന് കൊടുത്തത്. എങ്ങോട്ട് പോകാം, അങ്ങോട്ടല്ല, റോട്ടിലോട്ട് കയറ. എന്നാ നീ ആ ഉണ്ടോ എന്നാ പരിപാടി? ഓ നമുക്ക് ഷൂസ് ഇട്ട് നമ്മൾ അകത്ത് കയറില്ല. പിള്ളേർ പുറത്ത് ചെടികൾക്ക് നനച്ച് കാണിച്ചപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രേ ചെയ്യണം. അവസാനം പപ്പ ഒഴുകു പറഞ്ഞപ്പോൾ വേണ്ട അകത്തേക്ക് കയറിപ്പോയി. യശക്കുട്ടിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ വിചാരിച്ചാൽ നമ്മൾ പയർ പറിക്കുന്നില്ല, പറിച്ചില്ല കേട്ടോ. അത് ചട്ടികളാണ്, നമുക്ക് ചെടി കാണാനുള്ള ചട്ടികളൊക്കെ ഇല്ല. യശക്കുട്ട, നമ്മുടെ മെഷീൻ കേടായത് നന്നാക്കാൻ വന്ന അയലോക്കംകാരനാണേ. ഓ ഓ, നമ്മുടെ മെഷീൻ അവർ ട്രൈ ചെയ്തിട്ട് വർക്കായില്ല കേട്ടോ. എന്നിട്ട് പിന്നെ അവരുടെ വീട്ടിലെ മെഷീൻ എടുത്തുകൊണ്ട് തന്നു, അത് വെച്ച് വെട്ടിക്കോളാൻ പറഞ്ഞു. ഇപ്പം നമ്മളത് കൊണ്ടുപോയി ഫിക്സ് ചെയ്യണം. നമ്മുടെ ആപ്പിളിൻ്റെ പൂ വന്നേക്കണുണ്ടോ, ചെറിയൊക്കെ പൂത്തേക്കുന്ന പോലെ. എന്നാ രസമല്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്ക് പിള്ളേർ, വാട്ടർ നോക്ക്. കണ്ണെടുക്കാൻ പോയാ? പുള്ളിയുടെ ഫേവറേറ്റ് കാര്യമാണ്. ഇപ്പൊ എവിടെ ചേർ കിടന്നാൽ അതിൻ്റെ അകത്ത് കണ്ട ചാടി കയറി ഇരിക്കേ. ചിലപ്പോ ആയിരിക്കും. അയ്യോ, മാളൂനെ അതിൻ്റെ അകത്തിട്ട് പൂട്ടിയാ ജോണിക്കുട്ടി? ഓപ്പൺ ചെയ്തറാ മാളൂനെ അതിൻ്റെ അകത്തിട്ട്. ദൈവമേ, അതിൽ വെച്ച് പൂട്ടി വെച്ചേക്കണു. ഓപ്പൺ ചെയ്ത ജോണിക്കുട്ടി. ഗ്ലാസ് പൊട്ടുവേ, സൂക്ഷിച്ച. ആരോ നമ്മളിങ്ങനെ മാടി മാടി വിളിക്കുന്നതല്ലേ. കുറച്ച് പുല്ലൊക്കെ പറിച്ച് കളയണം.
നമുക്ക് എല്ലാ വർഷവും, അതായത് വീട് മേടിച്ചപ്പം ഇവിടെ ഉണ്ടായിരുന്ന തുളിപ്സ് ആട്ടോ ഇത്. എല്ലാ വർഷവും അതിൽ നിന്ന് ഇങ്ങനെ മുളച്ച് വരും എന്നുള്ളതാണ്. ഈ പ്രാവശ്യം പൂവായില്ല, പൂ ലേറ്റായി, ഇങ്ങനെ വിടരാൻ വേണ്ടിയിട്ട് നിൽക്കുക. നമ്മുടെ റാബാർബർ ഇതിന് ഇംഗ്ലീഷിൽ എന്തു പറയുമെന്തോ. അതെ, എന്നിട്ട് ഇതിൻ്റെ തണ്ട് ഇല ടോക്സിക് ആയിരിക്കും, അതിൻ്റെ അകത്ത് എന്തോ ടോക്സിക് കണ്ടൻ്റ് ഒക്കെ കൂടുതലുണ്ട്. പക്ഷേ അതിൻ്റെ സ്റ്റെമ്മ് നമുക്ക് പായ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം, ജാം ഉണ്ടാക്കാം, ഐസ്ക്രീം സിറപ്പ് ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു പണ്ട് തൊട്ട് കാണുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ. ഇപ്രാവശ്യം എന്തെങ്കിലും ട്രൈ ചെയ്യണം, കാരണം ഇഷ്ടംപോലെ ഉണ്ടായി വരുന്നുണ്ട്. കടയിൽ നിന്ന് മേടിക്കുന്നതിന് ഇതിൻ്റെ ഒരു തണ്ട് ഒരു കെട്ടെടുക്കുന്നതിനെ കണ്ട് നല്ല വിലയാട്ടോ. നമുക്ക് ബീച്ചിൽ കളിക്കാൻ പോകുമ്പോൾ അതെടുക്കാം. അത് പണ്ട് ജോൺകുട്ടിയുടെ മേടിച്ച് വെച്ചാ അതൊക്കെ എടുത്തു വെച്ച് എല്ലാം എടുക്കല്ലേ, വേസ്റ്റ് കളയണ നല്ലതേ. എടുത്തു വെച്ചേരെ അതൊക്കെ. ഇനി ഏസക്കുട്ടൻ വരുമ്പോഴേക്കും അവന് കൊടുക്കാം ചുരുക്കുട്ടി, പാകമല്ലാത്തൊക്കെ. ഇങ്ങോട്ട് വാ എല്ലാവരും. അപ്പം അങ്ങ് ഫുള്ള് വെട്ടി ഇവിടേക്ക് അങ്ങ് തെളിച്ചു സെറ്റപ്പാക്കി. എന്നാലേ ഇന്നലെ അപ്പടി മഴയും ഇതുമായിട്ട് ഇന്നത്തെ അവസ്ഥ നോക്കിയേ, നല്ല അടിപൊളി ക്ലിയർ വെതർ അല്ലേ നോക്കിയേ. വന്ന് ഫാമിലി ആക്റ്റീവായി ലൈവ്ലി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പെർഫെക്ഷൻ എന്നുള്ള സാധനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ എനർജി സന്തോഷം കളയാനായിട്ട് നോക്കരുത് അല്ലേ. സംഭവം എല്ലാം ചെയ്ത് പോവുക, പെർഫെക്റ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും മാറ്റർ അല്ല, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. അതാണ് എൻ്റെ പോളിസി. പക്ഷെ ഇച്ചായന്റെ പോളിസി എന്താണ് ഇച്ചായ? പെർഫെക്ഷൻ വേണം. അതെ, മാള് പുറകെ കിടന്ന് പപ്പേനെ സ്പ്രേ ചെയ്ത് ഓടിക്കും. പപ്പ വിചാരിക്കണ പപ്പ വേർക്കണയാന്ന്, പക്ഷെ മാള് പുറകെ കൂടെ കിടന്ന് സ്പ്രേ അടിക്കുന്ന പപ്പേനെ. ഒരാള് പതുങ്ങി കണ്ടോ ഇതാ പരിപാടി. കണ്ണ് തെറ്റി പുറത്തേക്ക് ഇറങ്ങി. കണ്ടോ നോക്ക് എടാ വണ്ടി വരണ വഴി കേട്ടാ കുഞ്ഞപ്പ. നീ ഇറങ്ങുമ്പോ കൂവണ എന്തിനാ അങ്ങോട്ട് പോ. ഒരു ലൈറ്റ് ഫോഴ്സ് തരട്ടെ. ഉടുപ്പേ പിടിച്ചിങ്ങോട്ട്. ഇവിടെ ഇങ്ങനത്തെ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ പയ്യെ തൂക്കിയെടുത്ത് തിരിച്ച് പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ തിരിക്കണത് തിരിച്ചുകൊണ്ട് വരും. അങ്ങോട്ട് പോവല്ലെന്നേ. നമുക്ക് ചീര നടാൻ പോവാ കുട്ടി, വാ. Oh shit. Bro dead. അങ്ങോട്ട് കയറുന്നു നോക്ക്. ഇതിന് മണ്ട കയറിയിരിക്കാനല്ല. ചേച്ചി ആവും മോനെ. നമുക്ക് കല്ല് പറക്കാൻ പോവാ. അവിടെ മോനെ ചേച്ചി അവിടെ. നമ്മളിവിടെ അവിടെ ഇരിക്കാതെ, അത് ത്രംബോളിനി ഒന്നുമല്ല അങ്ങനെ കയറി കളിക്കാൻ. അവിടെ ഇരിക്കുക. ഒരു നല്ല ക്ലീൻ ത്രംബോളിനി ഉണ്ടായിരുന്നെങ്കിൽ എസക്കുട്ടീനെയും കൊണ്ട് ഇവരെ അതിൻ്റെ അകത്ത് കയറ്റിയിരുത്ത് സിബിട്ടിടായിരുന്നല്ലേ. ആണോ? നിങ്ങൾക്കും കളിക്കായിരുന്നു, ഇവനും കളിക്കായിരുന്നു. നമ്മുടെ വീട്ടിലെ എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും നമ്മുടെ സറൗണ്ടിങ്സിൽ എവിടെയെങ്കിലും ഇങ്ങനെ മോശമായിട്ട് സ്ഥലം കിടക്കുന്നത് നമ്മളങ്ങ് നല്ല ക്ലീൻ ആക്കി കഴിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ, ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യേണ്ടത്. എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പം ഈ നമ്മുടെ പറമ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഒരു കോർണർ ആട്ടോ. നമ്മളത് സെറ്റ് ചെയ്യാൻ പോകുന്നു. മാളുവിനോടൊരു ക്ലിപ്പ് എടുത്തരാന്ന് വെച്ചപ്പോൾ കുറച്ച് പാടാണ് ബേബി സിറ്ററും ബ്ലോഗറും സെയിം ടൈമിലാവാന്ന്. പാവം പിള്ളേര്. നമ്മളെ കൊണ്ട് എന്തോരല്ലേ ചെയ്യ പിള്ളേർ കഷ്ടപ്പെടുന്നേ. ആണോ? അത് തന്നെ, കഷ്ടപ്പെട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെ അല്ലേ വീട്ടിലോ പറമ്പിലോ ഏതെങ്കിലും കോർണർ കണ്ണെത്താതെ കിടക്കുന്നുണ്ടെങ്കിൽ വേഗം പോയി നോക്കുക. എത്രയും പെട്ടെന്ന് വേണ്ട സെറ്റ് ചെയ്യുക, പൊന്നു വിളയിക്കുക. എന്താണ് പറയാനുള്ളത് മിസ്റ്റർ കർഷകശ്രീ? ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് നിലം സെറ്റാക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാണ് അവസ്ഥ. കൊള്ളാട്ടോ, പൊളി പുല്ല് വെട്ടിയപ്പോൾ നല്ല രസമായില്ലേ ചായ? കൊള്ളാം. പിള്ളേരെ കൊണ്ട് ഞാൻ ഒരു ക്ലാപ്പ് അടിപ്പിക്കുന്നതാണ്. എന്തോ കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഒരു പൂ എന്നാ രസമാണ്. ഇപ്രാവശ്യം ആപ്പിള് കുറവായിരിക്കുന്നത്. എന്തോ 1-2 വർഷം ഇത് പൂക്കോളൂ എന്നൊക്കെ. പക്ഷെ കഴിഞ്ഞ വർഷം ഉണ്ടായി, ഈ വർഷം എങ്ങനെയൊന്നും അറിയില്ല. ഇപ്പം ഇത്രയും പൂക്കളാട്ടോ വന്നേക്കുന്നത്. എന്നാലും നമ്മുടെ സ്വന്തം പറമ്പിൽ എന്തെങ്കിലും അല്ലേ. ഈ ഒരു ആപ്പിൾ തൈ നമ്മൾ നട്ടിട്ടുള്ളൂ. ഒരു 3 വെറൈറ്റി ഇതേന്ന് ഉണ്ടാവും. സെയിം തണ്ടേന്ന് തന്നെ 3 ടൈപ്പിലുള്ള ആപ്പിളാണ് ഉണ്ടാകുന്നത്. ഒരു പ്രത്യേക സന്തോഷം.
നമ്മൾ വീട് വാങ്ങിയപ്പോൾ തൊട്ടുള്ളതാണ് ഇപ്പോൾ ആ കാണിച്ച തുളിപ്സ് പിന്നെ ആ റുബാർബ് ആ സാധനമൊക്കെ. അങ്ങനെ ഇന്നത്തെ ഓഫ് നമ്മൾ പുല്ല് പറിച്ചും പുല്ല് വെട്ടിയും കല്ല് പറക്കിയും റെഡിയാക്കി. ഇനി നാളെ എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ഉണ്ട്, പിള്ളേർക്ക് സ്കൂളുണ്ട്. നാളെ കഴിഞ്ഞ് നൈറ്റ്, അതോടുകൂടി 1 മാസത്തേക്ക് എനിക്ക് ലീവ്. എൻ്റെ ദൈവം, ഞാൻ ഡ്രഗ് തെറാപ്പി ഇന്നും ചെയ്തില്ല. ടൈം ഉള്ളതുകൊണ്ടാട്ടെ ഇങ്ങനെ പെൻഡിങ് ഇട്ട് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ജോലിക്കാരത്തിൽ നമ്മളൊരു കാര്യം പോലും പെൻഡിങ് വെക്കുകയല്ല. അവനെ മുക്കിയെടുക്ക. ഇതൊക്കെ മറ്റേ ബീച്ചിൽ കൊണ്ടിട്ട് ചെയ്യണം, ടെക്നിക്കാണ്. അടിയിൽ കപ്പലോ ഈ ആനക്കൂട്ടം വെള്ളം അങ്ങ് കുടിക്കുന്നില്ല. ഈ വർഷം നമുക്ക് സ്നെയിൽ കൂടുതലുണ്ട് കേട്ടോ. മിക്കവാറും നമ്മൾ വെജിറ്റബിൾ കൃഷി തുടങ്ങാൻ പോകുമെന്ന് കേട്ടിട്ടാന്ന് തോന്നുന്നു. മാറ്റിയോട് കൂടി കണ്ടിട്ട് അറപ്പാടൂ. അത് കേട്ടപ്പോൾ ചോദിക്കുടിക്ക് അറപ്പം. പക്ഷെ പിടിച്ച് പാത്രത്തിലിട്ടുകൊണ്ട് നടക്കാൻ അറപ്പില്ല അല്ലേടാ. മീൻ പിടിക്കാൻ പോകുമ്പോൾ നമുക്ക് പിടിക്കാടാ, അതിനെങ്ങനെ എടുത്ത് കളയല്ലേ. നമ്മളിതിൻ്റെ സെൻറ്ററിൽ ഈ കയറ് പിടിച്ചിട്ട് ഇങ്ങനെ വട്ടത്തി ചെറിയൊരു റൗണ്ട് ഇവിടെ സെറ്റ് ചെയ്തു കേട്ടോ. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ ഒരു കുഞ്ഞു കലാപരിപാടി ചെയ്യാൻ പോവാണ്. നമുക്ക് പുറത്ത് വെച്ച് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് സേഫായിട്ടിരിക്കണമെങ്കിൽ അല്ലേ സെറ്റൊക്കെ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങനെ ഇഷ്ടമുള്ളിടത്തുകൊണ്ട് ഗ്രിൽ പ്ലേസ് ഒന്നും വീടിനകത്ത് വീടിൻ്റെ പറമ്പിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൂളുണ്ട് ഇതിന്. നമ്മൾ ഫയർ പ്ലേസ് ഇങ്ങനെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റർ വിട്ട് ഇത്ര സെൻറ്റിമീറ്റർ അടുത്ത് മരം കാണാൻ പാടില്ല, തടിയുടെ ബിൽഡിങ്ങുകൾ തൊട്ടടുത്ത് കാണാൻ പാടില്ല. നമ്മളിതുപോലെ ഈ കാറ്റ് പിടിക്കില്ലാത്ത കൂട്ട് അടുപ്പൊരു കുഞ്ഞിത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ പുകയൊക്കെ പുറത്ത് പോകും, അതിനകത്ത് തീയിടും. അപ്പോൾ നമ്മൾ വിചാരിച്ച് അവിടെ ആ പ്ലേസിൽ കൊണ്ടുപോയി അത് വെക്കാം, എന്നിട്ട് സീറ്റിംഗ് ഒക്കെ അവിടെ അറേഞ്ച് ചെയ്യാമെന്ന്. ഇനിയുള്ള നമ്മുടെ ദിവസങ്ങളിൽ നമ്മൾ പറമ്പിപ്പണിയും പിള്ളേരെ പുറത്ത് കളിയും കുക്കിംഗ് ഒക്കെ പുറത്ത്. ഇനി നമ്മുടെ സമ്മർ മുഴുവൻ നമ്മൾ പുറത്ത് ചിലവഴിക്കാൻ തീരുമാനിച്ചല്ലേ. കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ നമ്മുടെ അത് ഇങ്ങനെ മുളക് കൂമ്പി നിന്നിട്ട് വിരിയാൻ പാകത്തിന്. ഇപ്പം അതെല്ലാം പൊട്ടി ഇലയായിട്ട് വിരിഞ്ഞേക്കുന്നുണ്ടോ. ഇനി ഇത് കുറച്ചുകൂടെ വിടർന്ന് വരും. ഒരു വർഷത്തിൽ നടക്കുന്ന മാറ്റങ്ങളാട്ടോ ഈ ഒരു മരത്തിന്. അങ്ങനെ വിരിഞ്ഞ് നല്ല പച്ചപ്പോടെ വന്നിട്ട് പിന്നെ അത് പഴുത്ത് പിന്നെ മുഴുവൻ കൊഴിഞ്ഞ് ചാടിപ്പോയി, പിന്നെ മഞ്ഞിൽ മൂടി നിൽക്കും. എന്നിട്ട് അടുത്ത വർഷം സെയിം ഇതേ ടൈമിൽ ഇതുപോലെ തന്നെ. പക്ഷേ ദവന്മാർക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. അത് വിൻ്റർ ആയാലും വേനലായാലും എപ്പോഴും അതുപോലെ തന്നെ നിൽക്കും അല്ലേ ജയ? അതിന് മാത്രം ഒരു മാറ്റവും ഇല്ല. നമ്മുടെ ഇതുണ്ടോ ഒരു ബൊക്കെ പോലെ, എന്ത് രസമല്ലേ ഇതിൻ്റെ പൂ. ഇതുകൊണ്ട് ജയ ഇതിന് മുമ്പ് പൂണ്ടായിരുന്നു, പക്ഷെ ഇത്രയും നിറഞ്ഞു പൂവില്ലായിരുന്നു. നമ്മൾ വെട്ടിക്കളഞ്ഞതിന് ശേഷമാണ് അല്ലേ. വെട്ടി കഴിയുമ്പോൾ വരുന്നതിലാണ് ഇതുപോലെ നിറച്ച് പൂക്കൾ വരുന്നത്. പക്ഷേ ഈ പൂവിൻ്റെ പ്രത്യേകത ഇത് ഇത്രയും ഭംഗിയായിട്ട് ഇത് ഒരെണ്ണത്തിൽ ഇങ്ങനെ കൊലകുത്തി ഇങ്ങനെ നിൽക്കും. ബൊക്കെ ഇത് നമ്മൾ മറ്റേ ഫ്ലവർ വേഴ്സിൽ ഇതിൻ്റെ ഒരേ കമ്പ് വെട്ടിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അല്ലേ. പലപ്പോഴും നമ്മളെ മടി പിടിച്ചിരുന്ന് അങ്ങ് ഇരുന്ന് പോകും. അതുകൊണ്ട് ആ ഒരു കാര്യം കഴിഞ്ഞിട്ടില്ല അല്ലേ. പോച്ചപറി ഇന്നത്തെ കാർഡിയോ അല്ലേ. പോച്ച പറിച്ച്. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ പള്ള പറിച്ചെന്നാ പറയുന്നത്. അല്ലേ പോച്ച പറിച്ച്, ഞാൻ പള്ള പറിച്ചെന്നാ പറയുന്നത് സാധാരണ. ഇപ്പം വേറെ ആരൊക്കെയോ പറയുന്നത് പോച്ച പറിച്ചെന്ന് ഏതോ നാട്ടിലോട്ട് പറയും. എനിക്കിവിടെ തിരുവല്ല സൈഡൊക്കെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പോച്ച പറിച്ച് നമ്മൾ ഇന്നത്തെ കാർഡിയോ ചെയ്തു. അങ്ങനെ ഇത് നമ്മൾ നമ്മുടെ ഉരുളി വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. വിറകിട്ട് തീയിടണം. അങ്ങനെ നമ്മൾ അത്യാവശ്യം പരിപാടികൾ ഒതുക്കി അല്ലേ. ഇനി അവിടുത്തെ പുല്ല് പറിക്കാനേ ഉള്ളൂ, അത് നമുക്ക് പയ്യെ ചെയ്യാം അല്ലേ. ചീര നടണം. ചീരയാണ് എൻ്റെ ചീരയുടെ ഒറ്റ കാരണം കൊണ്ടാണ് ഇത്രയും കൊതി എനിക്ക് ഈ സംഭവം ചെയ്യണം എന്നുള്ളത്. ഈ കഴിഞ്ഞതിന് മുമ്പിലത്തെ പ്രാവശ്യമാണ് നാട്ടിൽ നിന്ന് ചുമന്ന ചീരയുടെ വിത്ത് അമ്മയുടെ അടുത്ത് മേടിച്ചുകൊണ്ട് വന്നത്. ഈ പ്രാവശ്യം ഇങ്ങനെ നട്ട് നമ്മൾ ചീര പോയത് തോരനുണ്ടാക്കണം.
വേഗം 13 കിലോയാണ്. ആക്ച്വലി ഇത് ചിക്കുവിന് വേണ്ടിയിട്ട് ചിക്കു 5 കിലോ വാങ്ങാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ 5 കിലോ വെയിറ്റ് ഒന്നും ഉണ്ടാകത്തില്ലോ എന്ന് ഓർത്തിട്ട് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പാഴ്സൽ ചെയ്ത് അയപ്പിച്ചാണ്. എന്തെല്ലാം സൂക്കേടാലോ നമുക്ക്. എന്നിട്ട് എനിക്ക് പക്ഷെ അത് അനങ്ങത്ത് പോലും ഇല്ല. എനിക്ക് അനക്കാൻ പോലും പറ്റുകയല്ല. അത് ഇച്ചാനും എടുത്തിട്ട് ഇമ്മാതിരി കറക്കം ചെയ്തു. മറ്റേ മേരിക്കുണ്ടൊരു കുഞ്ഞാടില്ല ജോസേട്ടൻ സെറ്റപ്പാ ചെയ്തിട്ടും കൊതി തീരുന്നില്ല. വാഴയ്ക്ക് കുഴിയെടുത്ത് ഇനി ഇത് കലാശക്കൊട്ട് ഇന്നത്തെ. ഇനി പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം. ഞാൻ കേട്ടാത്ത പക്ഷെ ഇതെങ്ങനെയായിരുന്നു? ആ ഒരു കൈ കൊണ്ടിട്ട് നേരെ പൊക്ക്. അയ്യോ എടുത്ത് പൊക്ക് മോനെ. അതുകൊണ്ട് എൻ്റെ ഈ വിരലിന് ഭയങ്കരമായിട്ട് ഇവിടെ എന്തോ കുഴപ്പമില്ല. ഇങ്ങനെ വേദനയോടെ പറ്റത്തില്ല. ഇങ്ങനെ വളയില്ല. നമുക്ക് പറ്റൂടാ. പുറത്തെ കാര്യങ്ങൾക്ക് നമ്മൾ അറിയാൻ കഴിഞ്ഞാൽ അകത്തെ കാര്യങ്ങൾ കട്ടപ്പോകാം. പക്ഷെ എന്താ കൊച്ചിനെ എടുക്കുന്നത് എന്നാലേ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവന് ആപ്പിൾ കൊടുത്തു. അവന് ചെറുതായിട്ട് ചൂടുണ്ട് ചായ. വാക്സിൻ എടുത്തോണ്ട് പണിയാവൂലോ. എന്നെ വേണ്ട പാപം വേണ്ട. നാളെ ഇതിന് ഡയക്കറി വിടല്ലേ. ഫുഡ് ഹസുക്കുട്ടിന് വേണ്ട. അവസാനം ചീസ് മാത്രം ഇരുന്ന് പറക്കി തിന്നുന്നുണ്ട്. പിന്നെ കുറച്ച് യോഗർട്ട് അതിനിടയിലൂടെ കൊടുക്കുന്നുണ്ട്. പിള്ളേർക്ക് ഒട്ടും ഇഷ്ടമില്ലാണ്ട് മമ്മയുടെ ഇഡ്ഡലിയും മമ്മയുടെ പ്രോൺസ് കറിയും കഷ്ടപ്പെട്ടവർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന ഫുഡ് തീർക്കണം. എന്നാലാണ് നമുക്ക് നാളെ അടുത്ത ദിവസം നല്ല ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഫുഡ് അല്ലെങ്കിൽ വേസ്റ്റ് ആയിപ്പോവും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ഇഷ്ടമില്ലെന്നറിയാമെങ്കിലും പറഞ്ഞു കഴിപ്പിക്കുന്നത്. ഓക്കെ, എന്നിട്ടോ കടല പുഴുങ്ങിയതും പിന്നെ അത് കൊലത്താനുള്ള ടൈമൊന്നുമില്ല. നല്ല ടയർഡാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ സെയിം തന്നെയായിട്ട് ഞാൻ കഴിക്കുന്നത്. ഉച്ചക്കലത്തെ നമ്മുടെ ഫിഷിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ സാലഡും പോയി. അപ്പം എല്ലാവരും ക്ഷീണമായി. ഇന്ന് നല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്ന ദിവസമായിരുന്നു. നമുക്കടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഞാനെ കൊണ്ട് കിടത്തട്ടെ. വാ വാ വാ.